നമസ്കാരം. ന്യൂസ് ചാനൽസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ജില്ലയിൽ ഇതുവരെ 34,543 ലൈഫ് ഭവനങ്ങൾ പൂർത്തിയായതായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. വിവിധ വകുപ്പുകളുടെ പ്രവർത്തന പുരോഗതി ആലപ്പുഴ കളക്ടറേറ്റിൽ വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി. അഭിഭാഷകരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ഗോപകുമാർ ബാർ അസോസിയേഷൻ ഹാളിന് മുന്നിൽ സംഘടിപ്പിച്ച വായമൂടിക്കെട്ടിയുള്ള പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻ രാജ്യസഭാംഗവും കേരള കോൺഗ്രസ് സംസ്ഥാന നേതാവുമായിരുന്ന തോമസ് കുതിരവട്ടത്തിന്റെ നിര്യാണത്തിൽ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേബി പാറക്കാടൻ അനുശോചനം രേഖപ്പെടുത്തി. ഭക്തജന ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പള്ളിപ്പാനയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് എച്ച് സലാം MLA അധ്യക്ഷതയിൽ ഉന്നതതല ഉദ്യോഗസ്ഥ യോഗവും ചേർന്നു. ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അടിസ്ഥാനമാക്കി നടത്തുന്ന ഇന്റർനാഷണൽ കോൺക്ലേവ് ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ നടക്കുമെന്ന് അധികൃതർ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കിടപ്പ് രോഗികൾക്ക് പ്രാഥമിക ആവശ്യമടക്കം നിർവഹിക്കാൻ തക്ക സംവിധാനം ഉൾക്കൊള്ളിച്ച നൂതന ബെഡിന്റെ ലോഞ്ചിംഗ് എച്ച് സലാം MLA നിർവഹിക്കുമെന്ന് ബെഡിന്റെ നിർമ്മാതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകൾ വിശദമായി. ജില്ലയിൽ ഇതുവരെ 34,543 ലൈഫ് ഭവനങ്ങൾ പൂർത്തിയായതായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. വിവിധ വകുപ്പുകളുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ 34,543 ലൈഫ് മിഷൻ വീടുകൾ ഇതുവരെയും പൂർത്തിയായതായും ഫെബ്രുവരിയോടെ ഇത് 35,000-ൽ എത്തുമെന്നും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ജില്ലയിലെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭക്ഷ്യവിതരണ വകുപ്പിന്റെ 47 കെ സ്റ്റോറുകളിൽ 19 എണ്ണം ജനുവരി 26-ന് മുമ്പും ബാക്കി ഫെബ്രുവരി 15-ന് മുമ്പും ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സബ് ജയിലിന്റെ നിർമ്മാണം ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനവും മുഹമ്മ പോലീസ് ക്വാർട്ടേഴ്സിന്റെ നിർമ്മാണോദ്ഘാടനവും ജനുവരി 24-ന് നടത്താൻ സാധിക്കുമെന്നും മെഡിക്കൽ കോളേജ് ട്രോമോ കെയർ കെട്ടിടത്തിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെയും ഉദ്ഘാടനവും 26 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ക്രിട്ടിക്കൽ കയർ ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ഫെബ്രുവരി 15-ന് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ADM ആശാ സി എബ്രഹാം, വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. അഭിഭാഷകരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ഗോപകുമാർ ആവശ്യപ്പെട്ടു. ബാർ അസോസിയേഷൻ ഹാളിന് മുന്നിൽ സംഘടിപ്പിച്ച വായമൂടിക്കെട്ടിയുള്ള പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭിഭാഷക സംരക്ഷണ നിയമം പാസാക്കുക, അഭിഭാഷകർക്ക് പെൻഷൻ സ്കീം നടപ്പിലാക്കുക, അഭിഭാഷക ക്ഷേമനിധി 30 ലക്ഷമാക്കി ഉയർത്തുക, ജൂനിയർ അഭിഭാഷകർക്ക് പ്രതിമാസം കുറഞ്ഞത് 5,000 രൂപ സ്റ്റൈപ്പൻഡ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കോടതി യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വായമൂടിക്കെട്ടി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന പ്രതിഷേധ സമര പരിപാടികളുടെ 3ാം ഘട്ടമായിട്ടാണ് വായമൂടിക്കെട്ടിയുള്ള പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജില്ലാ കോടതി ബാർ അസോസിയേഷൻ ഹാളിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. അഭിഭാഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ, അവർക്ക് സംരക്ഷണം ലഭിക്കുന്ന അഭിഭാഷക സംരക്ഷണ നിയമം പാസ്സാക്കണം. അതോടൊപ്പം അഭിഭാഷകരുടെ ക്ഷേമനിധി തുക 30 ലക്ഷമാക്കി ഉയർത്തണം. ജൂനിയർ അഭിഭാഷകർക്ക് അവരുടെ തുടക്ക സമയത്ത് മിനിമം പ്രതിമാസം 5,000 രൂപ സ്റ്റൈഫൻഡായി അനുവദിക്കണം. അഭിഭാഷകർക്ക് പെൻഷൻ അനുവദിക്കണം. ഇതെല്ലാം അങ്ങനെ തുടങ്ങി 12 ആവശ്യങ്ങൾ ന്യായമായ അഭിഭാഷകരുടെ ക്ഷേമനിധി കൊള്ളയടിച്ച കാപാലികർക്കെതിരെ നിയമപരമായ നടപടി അവരെ സ്വീകരിച്ച് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇങ്ങനെ ന്യായമായ 12 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലോയേഴ്സ് കോൺഗ്രസ് ഈ സമരപരിപാടികൾ 3ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ സമരപരിപാടികളുടെ മുമ്പിൽ ഗവൺമെന്റ് അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കുകയും അഭിഭാഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിത്തരികയും ചെയ്തില്ല എങ്കിൽ കേരളത്തിൽ ആകമാനം ശക്തമായ സമരപരിപാടികളുമായി മുമ്പോട്ട് പോകാനാണ്. അഭിഭാഷകർക്ക് ലഭിക്കേണ്ട ന്യായമായ ആവശ്യങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി സംഘടന മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ജയകുമാർ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു.
യൂണിറ്റ് സെക്രട്ടറി PS സമീർ സ്വാഗതം പറഞ്ഞു. ബാർ കൌൺസിൽ മെമ്പർ അഡ്വക്കേറ്റ് S സുദർശനകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. അഭിഭാഷകരായ റീഗോ രാജു, TH സലാം, PT ചന്ദ്രലേഖ, R സനൽകുമാർ, S മുരുകൻ, വിഷ്ണുരാജ് സുഗതൻ, പ്രിയ അരുൺ, അപർണ C മേനോൻ, രേഷ്മ K കുമാർ, മിജി S മണി, S ഗുൽസാർ, ലാലി ജോസഫ്, സീമ രവീന്ദ്രൻ, അനിൽ ബാബു, അഭിലാഷ്, നൈനാൻ തോമസ്, ഷിസി എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ സംബന്ധിച്ചു. മുൻ രാജ്യസഭാംഗവും കേരള കോൺഗ്രസ് സംസ്ഥാന നേതാവുമായിരുന്ന തോമസ് കുതിരവട്ടത്തിന്റെ നിര്യാണത്തിൽ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേബി പാലക്കാടൻ അനുശോചനം രേഖപ്പെടുത്തി. മുൻ രാജ്യസഭാംഗവും കേരള കോൺഗ്രസ് സംസ്ഥാന നേതാവുമായിരുന്ന തോമസ് കുതിരവട്ടത്തിന്റെ നിര്യാണത്തിൽ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേബി പാലക്കാടൻ അനുശോചനം രേഖപ്പെടുത്തി. കേരള വിദ്യാർത്ഥി കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന തോമസ് കുതിരവട്ടം കേരള വിദ്യാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായിരുന്നു എന്നും മികച്ച പാർലമെന്റേറിയനായിരുന്ന തോമസ് കുതിരവട്ടം കേരള സംസ്ഥാനത്തിനു വേണ്ടി രാജ്യസഭയിൽ നിരന്തരം പോരാടിയ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നുവെന്നും ബേബി പാലക്കാടൻ പറഞ്ഞു. തോമസ് കുതിരവട്ടത്തിന്റെ നിര്യാണം കേരള കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല മറിച്ച് കേരളത്തിന് തന്നെ വലിയ ആഘാതമാണ് ഉണ്ടായിരിക്കുന്നതെന്നും ബേബി പാലക്കാടൻ കൂട്ടിച്ചേർത്തു. കേരള വിദ്യാർത്ഥി കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ സംസ്ഥാന പ്രസിഡന്റുമായ തോമസ് കുതിരവട്ടത്തിന്റെ നിര്യാണത്തിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. കേരള വിദ്യാർത്ഥി കോൺഗ്രസ് രൂപീകരിക്കുവാൻ മുൻകൈയെടുത്ത പ്രമുഖ നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ തോമസ് കുതിരവട്ടം. അദ്ദേഹം രാജ്യസഭ അംഗം കൂടിയായിരുന്നു. കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കാൻ വേണ്ടി രാജ്യസഭയിൽ വളരെ ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസാരിച്ച ഒരു നേതാവിനെയാണ് നാം അന്ന് ദർശിച്ചത്. അദ്ദേഹത്തിന്റെ നിര്യാണം നമ്മുടെ സംസ്ഥാനത്തിന്, കേരള കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരള വിദ്യാർത്ഥി കോൺഗ്രസിന്റെ ചങ്ങനാശ്ശേരിയിൽ നടന്ന 5ാമത് സംസ്ഥാന സമ്മേളനത്തോടു കൂടിയാണ് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭക്തജന ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പള്ളിപ്പാനയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് HSLM MLAയുടെ അധ്യക്ഷതയിൽ ഉന്നതതല ഉദ്യോഗസ്ഥ യോഗം ചേർന്നു. ഭക്തജന ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പള്ളിപ്പാനയ്ക്ക് ഒരുക്കങ്ങൾ ആരംഭിച്ചു. ചരിത്ര പ്രസിദ്ധമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന പള്ളിപ്പാന ഫെബ്രുവരി 8 മുതൽ മാർച്ച് 5 വരെയാണ് നടത്തുന്നത്. പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനായി വിവിധ വകുപ്പ് മേധാവികളുടെ യോഗം HSLM MLA വിളിച്ചു ചേർത്തു. ADM, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത്, പോലീസ്, ട്രാഫിക്, ആരോഗ്യം, ഫയർ ആൻഡ് റെസ്ക്യൂ, എക്സൈസ്, റവന്യൂ, KSCB, KSRTC, വാട്ടർ അതോറിറ്റി, LSGD, ശുചിത്വ മിഷൻ, ഇറിഗേഷൻ എന്നീ വകുപ്പ് പ്രതിനിധികളുടെയും ദേവസ്വം ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളുടെയും യോഗമാണ് MLA വിളിച്ചു ചേർത്തത്. വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് പള്ളിപ്പാന. 12 വർഷം ചേരുമ്പോൾ മാത്രം നടത്തുന്ന ഒരു വിശുദ്ധമായ ഒരു ആചാരമാണ്. അത് സ്വാഭാവികമായിട്ടും ഒരു കുറച്ചു കാലം മുമ്പ് നടത്തപ്പെടുന്ന പോലെ ഒരു സാഹചര്യമായിരിക്കും ഇപ്പോൾ സംഭവിക്കുക. ആചാരങ്ങൾക്ക് വ്യത്യാസമില്ലെങ്കിലും ജനങ്ങളെ പങ്കാളിത്ത സ്വാഭാവികമായിട്ടും നല്ലപോലെ വർദ്ധിക്കാനുള്ള സാധ്യതയാണ്. അവർ കണക്കിലെടുത്ത് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഒരു പ്രാധാന്യം, ചടങ്ങിന്റെ പ്രാധാന്യം പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ ചടങ്ങ് നേരിട്ട് കാണാനുള്ള ധാരാളം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചടങ്ങിന്റെ ഭാഗമാകാൻ നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഭാഗമായി എത്തിച്ചേരും. അപ്പോൾ വലിയൊരു ക്രൗഡ് മാനേജ്മെന്റ് സ്വാഭാവികമായിട്ടും നമ്മൾ നടത്തേണ്ടതായിട്ടുള്ള വരുന്നത്. അപ്പൊ അതിനനുബന്ധമായി നമുക്ക് ആവശ്യമായി വരുന്ന 26 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പള്ളിപ്പാനയ്ക്ക് 10,000-കണക്കിന് ജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തുക. ഈ ഘട്ടത്തിൽ ആവശ്യമായ സുരക്ഷാ ശുചീകരണ യാത്രാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് MLA നിർദ്ദേശം നൽകി. ഭട്ടതിരി മാളികയിൽ ചേർന്ന യോഗത്തിൽ HSLM MLA അധ്യക്ഷത വഹിച്ചു. ADM ആശ C എബ്രഹാം, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K കവിത, ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ഇന്ദു കുമാരി, അസിസ്റ്റന്റ് കമ്മീഷണർ V ഈശ്വരൻ നമ്പൂതിരി, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് കൊട്ടാരം ഉണ്ണികൃഷ്ണൻ, കോയ്മസ്ഥാനി VJ ശ്രീകുമാർ വലിയമഠം, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ സംസാരിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ N അജിത് കുമാർ യോഗത്തിന് സ്വാഗതം പറഞ്ഞു.
ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അടിസ്ഥാനമാക്കി നടത്തുന്ന ഇന്റർനാഷണൽ കോൺക്ലേവ് ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ നടക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അടിസ്ഥാനമാക്കി നടത്തപ്പെടുന്ന ഇന്റർനാഷണൽ കോൺക്ലേവ് ഈ മാസം 16 മുതൽ 18 തീയതി വരെ തിരുവനന്തപുരത്ത് നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് IHRDയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടത്തുന്ന തേർഡ് ഇന്റർനാഷണൽ കോൺക്ലേവ് ഓൺ ജനറേറ്റീവ് AI ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ജനുവരി 16, 17, 18 തീയതികളിൽ തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടത്തുന്നു. ഇത് മൂന്നാമത്തെ കോൺക്ലേവ് ആണ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്നത്. ജനറേറ്റീവ് AIനെ ബേസ് ഇതേ തീമിൽ ആദ്യത്തെ 2 കോൺക്ലേവ് ട്രിവാൻഡ്രത്ത് IMG ഹാളിലും രണ്ടാമത്തെ 2023-ലും 2024-ൽ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ചിട്ടാണ് രണ്ടാമത്തെ കോൺക്ലേവ്. ഇത് മൂന്നാമത്തെ കോൺക്ലേവ് ആണ്. ഈ മേഖലയിൽ ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള പ്രശസ്തരായ AI വിദഗ്ധരാണ് ഈ ദിവസങ്ങളിലുള്ള ക്ലാസ്സുകളൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യത്തെ 2 കോൺക്ലേവും വളരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നടത്തും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. 18-ന് നടക്കുന്ന സമാപന സമ്മേളനം സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള AI വിദഗ്ധർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസ് നയിക്കും. ഡോക്ടർ VL ജയ, S സുജിത്, TN പ്രിയകുമാർ, VR റെജിമോൻ, K ശ്രീകുമാർ എന്നിവർ ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കിടപ്പ് രോഗികൾക്ക് പ്രാഥമികാവശ്യമടക്കം നിർവഹിക്കാൻ തക്ക സംവിധാനം ഉൾക്കൊള്ളിച്ച നൂതന ബെഡിന്റെ ലോഞ്ചിംഗ് അമ്പലപ്പുഴ MLA സലാം നിർവഹിക്കുമെന്ന് ബെഡിന്റെ നിർമ്മാതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കിടപ്പ് രോഗികളെ കട്ടിലിൽ നിന്നും എടുത്തുമാറ്റാതെ കിടക്കയിൽ വെച്ച് തന്നെ പ്രാഥമികാവശ്യമടക്കം ശുചിത്വാവശ്യങ്ങളും മറ്റു പരിചരണങ്ങളും നൽകാൻ കഴിയുന്ന നൂതന കിടക്കയുമായി മലയാളി രംഗത്ത്. ഓസ്ട്രേലിയയിൽ കുടുംബസമേതം സ്ഥിരതാമസക്കാരായ ആലപ്പുഴ സ്വദേശി കൂടിയായ ദിലീപ് കുമാറാണ് ആയിരക്കണക്കിന് കിടപ്പ് രോഗികൾക്ക് പ്രയോജനപ്രദമാകുന്ന പുത്തൻ സാങ്കേതിക വിദ്യയോടുകൂടിയ കിടക്കകൾ ആദ്യമായി അവതരിപ്പിക്കുന്നത്. ഇത്തരമൊരു കിടക്കയെന്ന ആശയവുമായി കഴിഞ്ഞ 2 വർഷത്തിലധികമായി താൻ വലിയ പരിശ്രമം നടത്തിവന്നെന്നും നിർമ്മാണത്തിനായി വലിയ തുക വേണ്ടിവരുമെന്നത് തന്നെ നിരാശനാക്കിയെന്നും, എന്നാൽ സാധാരണക്കാർക്ക് താങ്ങാവുന്ന തരത്തിൽ എങ്ങനെ താൻ ഉദ്ദേശിച്ച കിടക്ക നിർമ്മിക്കാമെന്ന പരിശ്രമത്തിനൊടുവിലാണിപ്പോൾ താരതമ്യേന ചെലവ് കുറഞ്ഞതും എന്നാൽ ക്വാളിറ്റിയിൽ മുന്നിലുമുള്ള കിടക്ക രൂപകൽപ്പന ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഏതൊരു വീട്ടിലേക്കും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അതൊരു സാധാരണ നമ്മുടെ വീട്ടിലെ ഒരു ഫർണിച്ചർ പോലെ തന്നെ തോന്നത്തുള്ളൂ. ഒരു മെഡിക്കൽ ബെഡ് പോലൊന്നും തോന്നില്ല. ഇതിനകത്ത് ഉള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു കിടപ്പ് രോഗിയായി മാറുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു സെൽഫ് കോൺഷ്യസ് ഉള്ള ആൾക്കാണെങ്കിൽ ഒരു മാനക്കേടിന്റെ പ്രശ്നമുണ്ട് അതിനകത്ത്. കാരണം നമ്മൾ പറഞ്ഞപടി നമ്മളുടെ ഭാര്യയുടെയും ഭർത്താവിന്റെയും മുമ്പിൽ കിടക്കുകയാണെങ്കിൽ സമാധാനമുണ്ട്. ഇത് പുറമേ നിന്ന് വരുന്ന ആൾക്കാരുടെ അവർ ശുശ്രൂഷിക്കുന്നവരുടെ ഏറ്റവും മുമ്പിൽ നമ്മളുടെ മാനം നഷ്ടപ്പെടുകയാണ്. അത് നമ്മൾക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. ഇങ്ങനെ ഒരു ബെഡ് വന്നപ്പോ നമ്മളുടെ വീട്ടില് നമുക്ക് കൂടെ ഉള്ള ഒരാളുടെ സാമീപ്യം മാത്രം മതി ആ ബെഡ് ഉപയോഗിക്കാൻ. വ്യാഴാഴ്ച രാവിലെ അമ്പലപ്പുഴ MLA സലാം തന്റെ മാതാവ് സുധാമണി എന്നിവർ ചേർന്ന് പുതിയ കിടക്ക പുറത്തിറക്കുമെന്നും ദിലീപ് കുമാറും ഭാര്യ ബിന്ദു ദിലീപ് കുമാറും ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ ഇതുവരെ 34,543 ലൈഫ് ഭവനങ്ങൾ പൂർത്തിയായതായി കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് പറഞ്ഞു. വിവിധ വകുപ്പുകളുടെ പ്രവർത്തന പുരോഗതി ആലപ്പുഴ കളക്ടറേറ്റിൽ വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി. അഭിഭാഷകരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S ഗോപകുമാർ. ബാർ അസോസിയേഷൻ ഹാളിന് മുന്നിൽ സംഘടിപ്പിച്ച വായമൂടിക്കെട്ടിയുള്ള പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻ രാജ്യസഭാംഗവും കേരള കോൺഗ്രസ് സംസ്ഥാന നേതാവുമായിരുന്ന തോമസ് കുതിരവട്ടത്തിന്റെ നിര്യാണത്തിൽ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേബി പാറക്കാടൻ അനുശോചനം രേഖപ്പെടുത്തി. ഭക്തജന ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പള്ളിപ്പാനയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു.
ഇത് സംബന്ധിച്ച് എച്ച് സലാം MLA അധ്യക്ഷതയിൽ ഉന്നതതല ഉദ്യോഗസ്ഥ യോഗവും ചേർന്നു. ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അടിസ്ഥാനമാക്കി നടത്തുന്ന ഇന്റർനാഷണൽ കോൺക്ലേവ് ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ നടക്കുമെന്ന് അധികൃതർ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കിടപ്പ് രോഗികൾക്ക് പ്രാഥമിക ആവശ്യമടക്കം നിർവഹിക്കാൻ തക്ക സംവിധാനം ഉൾക്കൊള്ളിച്ച നൂതന ബെഡിന്റെ ലോഞ്ചിംഗ് എച്ച് സലാം MLA നിർവഹിക്കുമെന്ന് ബെഡിന്റെ നിർമ്മാതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.